ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇതാണ്ട് ഒരു മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് കുക്കുംബർ അരിഞ്ഞതും പിന്നെ അതിലേക്ക് കുറച്ച് നിലക്കടലയും കൂടെ ചേർത്ത് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുത്താലോ. അപ്പോൾ വായോ, ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. അതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പം ഞാനിത് ഉണ്ടാക്കാൻ വേണ്ടി ദാണ്ട അത്യാവശ്യം വലിയ ഒരു കുക്കുംബർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ നിറമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇത്ര ആവശ്യമില്ല, ദാണ്ട ഈ പകുതി ഭാഗം മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ ചെറിയ കുക്കുംബർ ആണെങ്കിൽ ഒരെണ്ണം തന്നെ എടുത്തോളൂ കേട്ടോ. അത് ദാണ്ട ഇതുപോലെ വട്ടത്തിൽ ഞാനൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നന്നായിട്ട് ക്ലീൻ ആക്കി ഒന്ന് അരിഞ്ഞെടുത്തേക്കാണ്, തൊലി ഒന്നും കളഞ്ഞിട്ടില്ല. അപ്പം നമുക്കിതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഒരു 2-3 ടീസ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും നമ്മുടെ എരിവിനനുസരിച്ച് വറ്റൽമുളക് ചേർക്കാം. ഞാനിവിടെ 3 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂണോളം മല്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 2 ടേബിൾ സ്പൂണോളം നിലക്കടലയാണ് കേട്ടോ, നമ്മുടെ കപ്പലണ്ടി ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ തൊലി ഒന്നും കളഞ്ഞിട്ടില്ല കേട്ടോ, തൊലി വേണമെങ്കിൽ കളയാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഇനി ജസ്റ്റ് ഒന്നങ്ങ് വറുത്തെടുക്കാം. ഒരുപാട് സമയം ഇട്ട് വറുത്തെടുക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ മതിയേ. അതിൻ്റെ ഒരു പച്ച ഇത് മാറുന്നത് വരെയും നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇപ്പം ദാണ്ട ഒന്നായിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഇത് ഈ പാനിൽ നിന്ന് അങ്ങോട്ട് മാറ്റി വെക്കാം. മറ്റൊരു പാത്രത്തിലോട്ട് ഞാനൊന്ന് മാറ്റുന്നുണ്ട്. അപ്പോൾ ഒരുപാട് നേരമായിട്ട് ഈ നിലക്കടലയുടെ കളറൊന്നും മാറരുത് കേട്ടോ, അപ്പോൾ ടേസ്റ്റ് മാറും. ഇത്രയും മതിയാവും കേട്ടോ. അപ്പം നമുക്കിനി ഇത് പാനിൽ നിന്ന് മാറ്റുന്നുണ്ട്. അപ്പോൾ ഞാനെല്ലാം പാനിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി സെയിം അതേ പാനിലോട്ട് തന്നെ എണ്ണ ഉണ്ട്, അതുകൊണ്ട് ഇനി എണ്ണ ചേർക്കേണ്ട ആവശ്യമില്ല. സെയിം അതേ പാനിലോട്ട് തന്നെ നമുക്ക് അരിഞ്ഞ് വെച്ചേക്ക് നമ്മുടെ കുക്കുംബർ ഉണ്ടല്ലോ, അത് ചേർക്കാം. പിന്നെ ഈ കുക്കുംബർ വട്ടത്തിലൊന്നും അരിഞ്ഞെടുക്കണം എന്നില്ല, നിങ്ങളുടെ ഇഷ്ടത്തിന് ഏത് ഷേപ്പിൽ വേണമെങ്കിലും അരിഞ്ഞെടുക്കാം. ഞാൻ പിന്നെ ഈ വട്ടത്തിൽ അരിയുമ്പോൾ കാണാനൊരു ഭംഗിയാണല്ലോ, അതുകൊണ്ട് ഈ ഷേപ്പിൽ അരിഞ്ഞു എന്നേ ഉള്ളൂ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 3-4 അല്ലി വെളുത്തുള്ളിയാണ് കേട്ടോ, അത് ചേർക്കുന്നുണ്ട്. ഇനി സവാള അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. സവാള ഇത്ര കുനുകുനാന്ന് അരിയേണ്ട കാര്യമില്ല, അത് ഞാൻ അരിഞ്ഞത് എൻ്റെ കയ്യിൽ കുറച്ചിരിക്കുന്നത് കൊണ്ട് അങ്ങനെ അങ്ങ് ചേർത്തതാണ് കേട്ടോ. അപ്പം ഇത് ഒരു സവാളേൻ്റെ ഒരു 1/4 ഭാഗമേ ഉള്ളൂ. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി നമുക്ക് ഇതിൻ്റെ ഒരു പച്ച മണം ഒന്ന് മാറണം, അത്രേ ഉള്ളൂ. അതുവരെ ജസ്റ്റ് ഒന്ന് അങ്ങ് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ വെളുത്തുള്ളി വേണമെങ്കിൽ ആദ്യം നമ്മൾ വറ്റൽമുളകും ഒക്കെ ഒന്ന് ചൂടാക്കി എടുത്തില്ലേ, ആ സമയം അതിൻ്റെ കൂടെ ഇട്ടൊന്ന് വറുത്തെടുക്കാം വേണമെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താലും മതി. ഏതാണ്ട് ഇപ്പം ഇത് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്, പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ തീ അങ്ങ് ഓഫാക്കാം. ഇനി ഇത് അവിടെ നിന്ന് തണുത്ത് വരട്ടെ. അപ്പോൾ ഇതെല്ലാം ഒന്ന് തണുത്ത് വരണം. തണുത്ത് വന്നതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുക്കുക. ഫസ്റ്റ് നമ്മൾ ഇവിടെ റെഡിയാക്കി വെച്ചേക്കുന്ന നിലക്കടലയുടെയൊക്കെ ആ മിക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുക്കുംബർ ചേർത്ത് കൊടുക്കാം. കുക്കുംബറും സവാളയും വെളുത്തുള്ളിയൊക്കെ നമ്മൾ ചൂടാക്കി, അതായത് വേവിച്ച് വെച്ചേക്കുന്നില്ലേ, അതും കൂടെ ചേർത്തിട്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ചെറിയ പീസ് പുളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പുളി നിങ്ങൾക്ക് ഇത് വഴറ്റുന്ന സമയത്ത് തന്നെ ഇട്ട് വഴറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഞാൻ അന്നേരം ചേർക്കാൻ വിട്ടുപോയത് കൊണ്ട് ഇപ്പോൾ പുളി ചേർക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒരു 2 വട്ടം പൾസ് മോഡിലിട്ടൊന്ന് കറക്കിയെടുത്താൽ മാത്രം മതി. അപ്പോൾ ദാണ്ട് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ കുക്കുംബറിൽ കുറച്ച് വെള്ളത്തിൻ്റെ അംശം ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഇതുപോലെ നല്ല ലൂസായിട്ട് കിട്ടിയേക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വെള്ളം ചേർത്തേക്കുന്ന പോലെ ഉണ്ടല്ലേ, ഇതിലാക്കി ഞാൻ വെള്ളം ഒന്നും ചേർത്തിട്ടില്ല, കുക്കുംബറിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളമാണ് കേട്ടോ. അപ്പോൾ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വേണമെങ്കിൽ ഒരു താളിപ്പും കൂടെ ആവാം, പക്ഷേങ്കിൽ ഞാൻ താളിപ്പ് ചേർക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ തന്നെ കഴിക്കുകയാണ്, ചോറിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാൻ നല്ല അടിപൊളി ഒരു ഐറ്റമാണ്. പിന്നെ ഞാനൊരു കാര്യം തുറന്ന് പറയാം, കുക്കുംബറിൻ്റെ ഒക്കെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ മാത്രം ഉണ്ടാക്കിയാൽ മതി, അല്ലാത്തവർക്കൊന്നും ഇഷ്ടമാവില്ല കേട്ടോ. അപ്പോൾ കുക്കുംബറൊക്കെ ഇഷ്ടമുള്ളവർ മാത്രം ഉണ്ടാക്കി കഴിച്ചാൽ മതി. ഉണ്ടാക്കി കഴിച്ചിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അതാണ്ട് ചോറിൻ്റെ കൂടെ വേറെ കറികളൊന്നും വേണ്ട, ഇത് ഉണ്ടാക്കുകയാണെങ്കിൽ ഇത് മാത്രം കൂട്ടി നമുക്ക് കഴിക്കാം. പിന്നെ ഒരല്പം എരിവ് കൂടിയായിരുന്നു കേട്ടോ ഞാൻ ഉണ്ടാക്കിയപ്പം. ആ വറ്റൽമുളകിൻ്റെ എണ്ണം കുറച്ച് കുറയ്ക്കേണ്ടതായിരുന്നു, കാര്യം ഇതിനകത്ത് നല്ല എരിവുള്ള വറ്റൽമുളകായിരുന്നു. അപ്പം ഇനി ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.